എന്നിട്ട് അടിക്കുമ്പോൾ ഇതേമാതിരി ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ ആയിരുന്നു. ഞാൻ വിചാരിച്ചപ്പോഴത്തെ ഇന്ത്യക്കാർക്ക് കുളിക്കാൻ ഉണ്ടാക്കിയ പൂളാണ്. ഇപ്പം നിൽക്കുന്നത് ഇവിടെ എന്താ പറയാ നിയറസ്റ്റ് കരിപ്പൂരായിട്ട് വരും. ഓളോബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. വെൽക്കം ബാക്ക് അഗൈൻ, ഇറ്റ്സ് മീ യുവർ ഓൺ സഫൻ മുഹമ്മദ്. എന്നെ നോക്കാണ്ട പണിയെടുക്കണം, എന്നെ നോക്കാണ്ട പണിയെടുക്ക്. ഇതിപ്പോ എന്താ പരിപാടി? എങ്ങനെ മലയാളം മാലു പറയില്ല. തമിഴ് കേരള കാനഡ എന്താണ് തമിഴ്നാട് സേലം. തമിഴ് അറിയൂ? തമിഴ് തന്നെ പേசுங்க. മലയാളം പേസും അപ്പടിതാനാ. ഷംസുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഓണർ. അപ്പൊ മുമ്പോട്ട് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത്. കാര്യമായിട്ട് ഇവിടെ എന്തൊരു സൗണ്ടാണ്. ചെറിയ മെറ്റൽ ഇങ്ങനെ ഈ സാധനത്തിലൂടെ പോയിട്ടിട്ട് അപ്പോൾ ഇവര് വൺ സൈഡിൽ നിന്ന് മെറ്റലും അതുപോലെ തന്നെ എംസാൻ്റെ പീസാൻ്റെ എന്തൊരു സാധനമാണ് ആ സാധനം ഉപയോഗിച്ചങ്ങാണ്ട് ആ കറങ്ങുന്ന സാധനത്തിനുള്ളിൽ കണ്ടിടും. ഇത് നമ്മൾ കുഴയ്ക്കുന്ന സാധനമല്ലേ, വേറെ വെള്ളമൊക്കെ മിക്സ് ചെയ്തങ്ങാണ്ട് അതാ കോൺക്രീറ്റിൽ കഴിക്കുന്ന മാതിരി തന്നെ ഇതൊക്കെ കാട്ടും. ഭയങ്കര നിശബ്ദതല്ലേ. ഇതെന്തതിൻ്റെ അച്ചാണ് ഇതിൻ്റെ. ഇതെന്തപ്പോ കാട്ടാൻ പോണണ്ട്? അത് ശരി, ഇങ്ങനത്തെ ഒരു ചെറിയൊരു മെഷീൻ കേട്ടോ. ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് ആ നേരത്തെ കുഴച്ച മെറ്റലും ആ പോയില്ലേ അതിങ്ങനെ ഇങ്ങനെ തള്ളിയാൻ മറത്തു. വളരെ സിമ്പിൾ പരിപാടി. ശരി, ഇത് പ്രസ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ സാധനം ഉള്ളോട്ട് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. സംഭവം കൊള്ളാലോ. എന്ത് സൗണ്ടാണ് ഭയ. കൈ ഓടിക്കാൻ രസമുണ്ടോ, കോമഡി ആയിരിക്കും. ചിരിച്ച് മരിക്കും മനുഷ്യൻ. ഈ സാധനം അതിൻ്റെ ഒരു അച്ചാണ് അടി. ആ ഓളോബ്രിക്സിൻ്റെ ഒരു അച്ച്. ആ അച്ചിൽ വന്നിട്ട് അടിക്കുമ്പോൾ ഇതേമാതിരി ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ ആയിരുന്നു. വളരെ നൈസ് പരിപാടി അല്ലേ. ഇത് 4 ഹോളുള്ള ടൈപ്പാണ്. പല ടൈപ്പും ബ്രിക്ക് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ. ലോഡും കൊണ്ട് വണ്ടി വരുന്നുണ്ട്. മെറ്റലായിരിക്കാം, ചിലപ്പം മറ്റേ പൂയായിരിക്കാം. യൂണിറ്റി സിമെന്റ് ബ്ലോക്ക് എന്താ പുത്തൂർ പള്ളിക്കൽ പീസാൻഡ് എംസാൻഡ്. ഫോൺ നമ്പർ അതിൻ്റെ കേട്ടോ. സംഭവം എംസാൻഡ് ആണ്. സോണിയ പോന്നോട്ടെ സോണിയ പോന്നോട്ടെ. അത് പോരെ. പോയി ക്യാമറ നാശനശിലാവല്ലേ. കൊള്ളാം. മുതലാളി ഓൾ ഓഫ് വീക്ഷണത്തിലാട്ടോ. കൊള്ളാം. ഞാൻ ഒരു സൗണ്ട് ഉണ്ട് ടൈമിൽ അടിക്കുന്ന കട്ടാറൊരു അടി അടിക്കുക. അതാണ് ഇതിൻ്റെ അളിയാ സഹിച്ചുവിടാൻ പറ്റാത്ത പറഞ്ഞില്ലേ. അതെന്താ എണ്ണ ടാങ്ങുമ്പോൾ കിളിയോ ഓയിൽ തന്നെ കിളീൻ്റെ ഫോട്ടോ മറ്റേ. വന്നട്ടെ ആ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
ഇവരെ ഈ മാനുഫാക്ചറിങ്ങിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു പൂളുമാതിരി സാധനം കാണാം കേട്ടോ. കുളിക്കാനുള്ളതാവുന്നുണ്ട് നമുക്കല്ല, ബ്രിക്കിന് നല്ല ഈ ഒരു ഹൈറ്റ് ഉണ്ടാവും അല്ലേ സാധനം. കൊള്ളാല കളി. ഇതിപ്പോൾ ഒരാളായിട്ടായില്ലേ, ഒരാളായിട്ട് ഉണ്ടാവും. സുഖസുന്ദരമായിട്ട് നീന്തി കുളിക്കാം. അടിപൊളി. എന്താ അതിൽ വെള്ളം നിറക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ കൊള്ളാല കളി. അതുകൊണ്ട് എനിക്കാണ് രസമുണ്ടോ, കോമഡിയാവും, ചിരിച്ചും മരിക്കും ഞാൻ. ഇതിലൊക്കെ വെള്ളം നിറക്കിയുള്ള തോന്നുന്നുണ്ട് കേട്ടോ. അത് അവിടുന്ന് ബ്രിക്കൊക്കെ കൊണ്ടുപോകണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഓണർ നമ്മളെ കൂടെ ഉണ്ട്. ഇതാ ഷംസുദ്ദീഖ അവിടെ ഉണ്ട്. അപ്പം ഈ ബ്രിക്കിൽ തന്നെ ഒരുപാട് എന്താ പറയുക നമുക്കറിയാത്ത ഒരുപാട് സംഗതികളുണ്ട്. അപ്പം നമുക്ക് ഷംസുദ്ദീഖിനോട് ചോദിച്ചു നോക്കി എത്ര ടൈപ്പ് ബ്രിക്ക് ഉണ്ട്. ഒരു 14 ഐറ്റംസ് ബ്രിക്ക് ഉണ്ട്. 14 ഐറ്റം ബ്രിക്ക് ഉണ്ട്. അത് ശരി. 3 ഇഞ്ച്, 4, 5, 6, 7, 8 ഈ ടൈപ്പിലാണ്. അതിന് തന്നെ ഹോളുള്ളുണ്ട്, ഹോളില്ലാത്തതുണ്ട്, നീളം കുറഞ്ഞുണ്ട്, കൂടിയതുണ്ട്. 14 ഐറ്റംസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഏകദേശം ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഏകദേശം ഈ വർക്കിന് വേണ്ടി പർപ്പസിന് വേണ്ടി നടക്കുന്ന എല്ലാ ബ്രിക്കുകളും നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് 8 ഇഞ്ചുണ്ട്, 6 ഇഞ്ചുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും. ഇതിനൊക്കെ എന്ത് പ്രൈസ് വരും? പ്രൈസ് അത് നീളം വീതി ഒക്കെ അനുസരിച്ചാണ്. ഏറ്റവും ടോപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ 50 റുപ്യൻ്റെ ആണ്. 50 റുപ്യ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ 45, 42, 38, 35, പിന്നെ 28, 25, 23, 3 ഇഞ്ച് ഹോള് വരെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് 23.5 റുപ്യ, 24 റുപ്യ അത് വില വരും. പിന്നെ ഈ കുഴി എന്തിനുണ്ടാക്കുന്ന നമ്മള് ഇന്നിപ്പോ നമ്മള് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ എടുത്തിട്ട് വെള്ളത്തിലിടും. 7 ദിവസം നാളെ രാവിലെ എടുത്ത് ടാങ്കിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് വെള്ളം ഫില്ല് ചെയ്യും. 7 ദിവസം വരെ നമ്മളത് ക്യൂറിങ് നടത്തിയതിന് ശേഷം നമ്മൾ എടുത്ത് പുറത്ത് വെക്കും. കട്ട പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ല, അതിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. ശരി ശരി. അപ്പം അതിൻ്റെ ആ സിമെന്റിന്റെയും കട്ടന്റെയും മറ്റേ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് കറക്റ്റ് ഇതിനു വേണ്ടി നമ്മളെ വർക്കിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് നല്ല സ്ട്രെങ്ത് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ 7 ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴേ അത് കറക്റ്റ് അതിന്റെ പ്രോസസ് നടക്കുള്ളൂ അല്ലേ. ഇതിപ്പോ നമ്മള് യൂണിറ്റി അല്ലേ, എന്താ പറയാ പുത്തൂർ പള്ളിക്കലായിട്ട് വരും അല്ലേ. അപ്പൊ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു മാനുഫാക്ചറിങ് വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. എംസാന്റെ പീസാന്റെ ഉപയോഗിക്കുക. അപ്പൊ എംസാൻഡും പിന്നെ ചെറിയ മെറ്റലില്ലേ അതും ഉപയോഗിച്ചിട്ടാണ് കുഴക്കുക. ഇതിങ്ങനെ എന്താ പറയുക ഇതിലിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ മുതലാളി ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. മുതലാളി പറയും. ഫൈൻ, താങ്ക്സ്. നിങ്ങളെ പണിയെടുത്തോളി. മുതലാളിയായിട്ട് ചീത്ത കേട്ടോ. അങ്ങനെ ഇതിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഇതെന്താ ജലബീലേക്ക് ഈ സാധനം കറങ്ങും. ഈ സാധനത്തിലോട്ട് അങ്ങനെ വാരിയിടും, അങ്ങനെ കറങ്ങും, മിക്സ് ആവും. പിന്നെ ഈ സാധനത്തിലോട്ട് മാറ്റും. ആ സാധനം നേരെ അതിൽ കൊണ്ടുവന്ന് വെക്കും. ഇവിടുന്ന് ഇവരിങ്ങനെ കുത്തി നിറയ്ക്കും. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന ടൈമിൽ നിലങ്ങനെ കുലുങ്ങ് ശരിക്കും ഇങ്ങനെ തരിക്കുക, അടിഭാഗം ഇങ്ങനെ തരിക്കുക. ഈ ബിൽഡിംഗ് ഒന്ന് വീട്ടിലേക്കല്ലേ കണ്ടറിഞ്ഞിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ആണോ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കി. ഇനി വീണാലും വലിയ പ്രശ്നമില്ലല്ലോ. ഇത് ഫുള്ള് വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇവർ ബ്രിക്ക് ഇതിൽ ഇട്ട് വെക്കുന്ന കേട്ടോ പറയുന്നത്. 7 ദിവസം. ഞാൻ വിചാരിച്ചപ്പെടുത്ത ഹിന്ദിക്കാർക്ക് കുളിക്കാൻ ഉണ്ടാക്കിയ പൂളാണ്. ഓൽക്കും വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. 14 ഐറ്റം ബ്രിക്ക് ഉണ്ട് പോലും. എന്താ ഇത് 2 ഹോൾ വരുന്നത് കേട്ടോ. എന്താ ഇതിമേ 2 ഹോളേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മുപ്പര് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഹോളില്ലാത്ത ടൈപ്പ് ഉണ്ടാവണം. എന്താ ഈ സാധനം ഹോളില്ലാത്ത കേട്ടോ. എന്താ ഇത് ഹോളില്ലാത്ത, ഈ സാധനം ഹോളില്ലാത്ത നോക്കണ്ട. ഇത് ഞാനല്ല ഉണ്ണി. എന്താ ഇത് പിന്നെ 3 ഹോളുള്ള കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടാക്കി വെക്കുന്ന സാധനം ഉണ്ടല്ലോ അത് 4 ഹോളുള്ള സാധനം. ഇതുണ്ടോ, ഇത് 4 ഹോളുണ്ടോ. ഒരു ബ്രിക്കിലുണ്ടോ 4 ഹോളുണ്ട്. പല ടൈപ്പ് സാധനം ഉണ്ട്. ഇതുണ്ടോ ട്രെയിൻ പോണമാതിരി ഇങ്ങനെ വെച്ചിന്. അത് കൊള്ളാലോ, കളർഫുൾ മഴവില്ല ഒന്നുണ്ടല്ലേ. എന്താണ് കേട്ടോ സാധനം? ചെറിയ കട്ട. ഈ ചെറിയ കട്ടൊക്കെ എന്തിനാ ഉപയോഗിക്കാതിരിക്കാറ്? ഹിറ്റ് ഫോർ വാട്ട്.
ആ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ. ചെറിയ കട്ട ചെറിയ കട്ട ചെറിയ കട്ട. ശരിക്കും എനിക്ക് തോന്നണത് ഇന്ത്യക്കാരെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടാവും. കുടം, കുറെ ഡ്രസ്സ്, പിന്നെ അതിന്റെ വേറെ ടൈപ്പ് ബ്രിക്ക് ഔട്ട് ഉണ്ട്. ഓരോ സ്ഥലത്ത് പല ടൈപ്പ് ബ്രിക്സ് മാറ്റി വെച്ചിട്ടോ. ഒരു വൈഡ് ഏരിയ സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്താ അറിയാം ഈ കുളം കേട്ടോ. ഇത് വെള്ളം നിറച്ച് ചാടി കുളിക്കുക ഒരു ഭയങ്കര രസമായിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ ഫുള്ള് വൈബ് സ്ഥലമാണല്ലോ, നല്ല പൊളി സാധനം. ഫുള്ള് കവുങ്ങുന്തോട്ടങ്ങൾ വിശാലമായി കിടക്കുന്നു. ഇതൊക്കെ സർട്ടിഫിക്കറ്റ് പെർമിഷൻ അല്ലേ? അല്ലല്ല, പെർമിഷൻ അല്ല. ഇത് കട്ടന്റെ സ്ട്രെങ്ത്തിന്റെ സർട്ടിഫിക്കറ്റ്. ഇത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വർക്കിനൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് റിപ്പോർട്ട് ആവശ്യപ്പെടും. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മള് പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റിനായിരിക്കും. ഇതിപ്പോ കോഴിക്കോട് നിന്ന് എടുത്തതാണ്, അത് തൃശ്ശൂരിൽ നിന്ന് എടുത്താണ്. ഇതൊക്കെ ഓരോ വർക്കിന് ഡിപ്പാർട്ട്മെന്റ് വർക്കിനോ അല്ലെങ്കിലും ഇതിന്റെ സ്ട്രെങ്ത് റിപ്പോർട്ട് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കണം. അപ്പൊ നമ്മളിത് എങ്ങനെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്ട്രെങ്ത് കിട്ടില്ല. ഒരു വർക്കിന് എത്ര, ഒരു ബ്ലോക്കിന് ഇത്ര സ്ട്രെങ്ത് വേണമെന്നൊരു കണക്ക്, ആ കണക്ക് പ്രകാരം ചെയ്യുന്നെങ്കിൽ അതിന്റെ ആ പ്രോസസ്സിങ്ങും അതിന്റെ ആ ബലം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോഴേ ഇതിന്റെ നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അല്ലാണ്ട് വെറുതെ കോളംസ് ഉണ്ടാക്കി കൊടുത്താല് നമുക്ക് ലാഭം കൂടുതലുണ്ട് എന്നല്ലാണ്ട് അത് ലൈഫില്ല. അപ്പം കോളംസിന്റെ പല രീതിയിലും ഉണ്ടാക്കാം. വില കുറച്ചുണ്ടാക്കാം, പിന്നെ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാം. ക്വാളിറ്റിയിൽ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഈ റിപ്പോർട്ട് സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. സർട്ടിഫിക്കറ്റ് അവർ തരും, പക്ഷെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ 4 മാസം കൂടുമ്പോഴും ടെസ്റ്റിനായി അങ്ങനെ കിട്ടുന്നതാണ്. ഞാൻ സൗണ്ട് ഉണ്ടാക്കില്ല ചെങ്ങായി വരെ ഒരു വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ എന്താ പറഞ്ഞേ, എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് മാത്രമേ നമ്മളിതിൽ ഒരു ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറുങ്ങനെ കാണിച്ചു തന്നുണ്ട്. അപ്പോൾ ബേസ് ഇല്ലാത്തവർക്ക് ഒരു ഐഡിയ കിട്ടും എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിറ്റി ബ്രിക്സ് ആണ്. യൂണിറ്റി ബ്രിക്സ് എന്താ പറയുക, സിമെൻറ്റ് ബ്രിക്സ് കേട്ടോ. എവിടെയെന്ന് വെച്ചാൽ എയർപോർട്ട് റോഡിലാണ്, പുത്തൂർ പള്ളിക്കൽ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ. നമ്മളെ കൊണ്ട് അങ്ങനെ ഉപകാരപ്പെടട്ടെ എന്ന്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.